വേടൻ RSSന്റെ പ്രഖ്യാപിത ശത്രുവാണ്. RSS മുന്നോട്ട് വെക്കുന്ന നാം എല്ലാവരും ഒരൊറ്റ ഹിന്ദു എന്ന് പറയുന്ന ആശയത്തിൻ്റെ അടിവേരറക്കുന്ന വരികൾ എഴുതിക്കൊണ്ടിരിക്കുന്ന ആളാണ് ഞാൻ. പാണനല്ല, പറയാനല്ല, നീ തമ്പുരാനുമല്ല എന്ന വാക്കാണ് അവരെ ഏറ്റവും കൂടുതൽ അസ്വസ്ഥപ്പെടുത്തിയിട്ടുള്ള വാക്ക്. കാരണം RSS എപ്പോഴും ആഗ്രഹിക്കുന്ന, ഹിന്ദുത്വ ലീഡർഷിപ്പ് ആഗ്രഹിക്കുന്ന ജാതീയമായ ഈ ശ്രേണി വ്യവസ്ഥ അതിനെ നിരന്തരം ആക്രമിക്കുന്ന ഒരാൾ എന്നു മാത്രമല്ല, ബാക്കി പലരെയും പോലെ, ഈ പറഞ്ഞ ചിന്തകന്മാരെയും പോലെ, എഴുത്തുകാരെ പോലെ ആക്രമിക്കുകയല്ല. അയാൾ അതിനെ ഒരു പോപ്പുലർ ആർട്ടാക്കി മാറ്റുകയും അതിന് പിന്നാലെ 10,000-കണക്കിന് പുതിയ ചെറുപ്പക്കാർ വന്നു ചേരുകയും ആ ചെറുപ്പക്കാരെല്ലാവരും കൂടി ഞാൻ പാണനല്ല, പറയാനല്ല, നീ തമ്പുരാനുമല്ല എന്ന പാട്ട് പാടുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഈ ജാതീയ വ്യവസ്ഥയെ അവർ ചിത്ത വിളിക്കുന്ന പാട്ട് വരുന്നു. അത് വലിയ സ്വീകാര്യത ഉണ്ടാകുന്നു. അയാളുടെ ഇവൻറ്റുകൾ നിയന്ത്രിക്കാൻ കഴിയാതെ പോലീസ് പെടാപ്പാട് വിടുന്നു. സമീപകാലത്ത് സംഘപരിവാറിന്റെ നേതാക്കൾ തെരുവിലിറങ്ങി ഏറ്റവും കൂടുതൽ ആക്ഷേപിച്ചത് ആരെയാണ്? വേടനെയാണ്. വേടൻ പാടുന്ന പാട്ടുകൾ പട്ടികജാതി പട്ടികവർഗ്ഗക്കാരുടെ അടിസ്ഥാന കലയുമായി എന്തെങ്കിലും ബന്ധപ്പെട്ടതാണോ? പട്ടികജാതിക്കാർക്ക് എവിടെയാണ്